എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേര ചൂര അച്ചാറാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് മലയാളികൾക്കെല്ലാം ഇഷ്ടമായിരിക്കുമല്ലോ മീനച്ചാർ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ മീൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ മീൻ ഒരു കണ്ണാപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ണാപ്പയില്ലെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും പാത്രത്തിൽ നല്ല വൃത്തിയായിട്ട് പിഴിഞ്ഞെടുത്താൽ മതിയാകും. ഇപ്പോൾ എൻ്റെ കയ്യിൽ പാത്രം ഉള്ളതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മഞ്ഞൾ പൊടി, മുളക് പൊടി നമ്മൾ എരിക്ക് ആവശ്യമുള്ള അത്രയും മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക. മീൻ എത്രയുണ്ടോ അത്രയും, ഏകദേശം 2 സ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നീട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി വയ്ക്കുക. കുറച്ച് നേരം അത് ആ ഒരു അരപ്പൊക്കെ ഒന്ന് മീനിൽ പിടിച്ച് റെഡിയാവുന്നിടം വരെ കുറച്ച് നേരത്തേക്ക് വെച്ചിരിക്കുക. അതിനുശേഷം കുറേ നേരത്തിന് ശേഷം, ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ മീനിനെ നമ്മൾ വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ഈ മീനെല്ലാം ഞാനിപ്പോൾ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ളതുകൊണ്ട് ഒഴിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള എണ്ണയ്ക്ക് ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ നല്ലെണ്ണയിലാണ്. നല്ലെണ്ണയാകുമ്പോൾ നല്ലതുപോലെ അച്ചാർ കുറേ നാളൊക്കെ കേടുകൂടാതെ ഇരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് മീനെല്ലാം വറുത്ത് നല്ലതുപോലെ വറുത്ത് കോരിയെടുക്കാം. ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, എന്നാൽ അത്യാവശ്യം മൂക്കുകയും വേണം. ആ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനെ വറുത്ത് കോരിയെടുക്കണം. ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എണ്ണയിലൊന്ന് മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം. നല്ലൊരു വിഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. തയ്യാറാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. പലരും പറയുമോ മീനച്ചാർ ഇടാനൊന്നും എനിക്കറിയില്ല എന്ന്, പക്ഷേ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ഈ പരുവൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഇത് കോരി മാറ്റി വയ്ക്കണം. ഒത്തിരി മൂത്ത് പോകരുത്. മൂത്ത് പോയാൽ നമുക്ക് ആ ഒരു അച്ചാർ മീൻ കഷ്ണം കടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിതെല്ലാം കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ ബാലൻസ് വരുന്ന എണ്ണ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ആ മീനച്ചാറിലേക്ക് ഒഴിക്കാവുന്നതേ ഉള്ളൂ. അച്ചാറിടുന്ന ടൈമിൽ നമുക്ക് എണ്ണ ആവശ്യം വരും. അതൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ എണ്ണയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് നമുക്കിതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ കടുക് വറക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതിന് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കടായി അടപ്പത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ നല്ലെണ്ണ തന്നെയാണ് വീണ്ടും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുക. ശേഷം നമ്മൾ ഈ പച്ചമുളകാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മറ്റ് ഐറ്റംസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുക. എളുപ്പം തന്നെ ഇത് മൂത്ത് വരും.
വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം കേട്ടോ. എളുപ്പത്തിൽ ഇത് മൂത്ത് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നീട് നമ്മൾ ആ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് പിന്നീട് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടേക്ക് മുളക് പൊടി, സാധാരണ പിരിയൻ മുളക് പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ പിരിയൻ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ഞാൻ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഉലുവാപ്പൊടി അത് കുറച്ച് മതി. പിന്നീട് ഞാൻ ഇറച്ചി മസാല ചേർക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, അത് ഓപ്ഷണലാണ്. എനിക്കിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നീട് ഉപ്പ് ചേർക്കുക. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ പൊടി. എന്നിട്ട് ഇപ്പോഴേ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴേ ഓൺ ആക്കരുത്. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം ഓണാക്കിയാൽ മതി. പിന്നീട് ഇതിലേക്ക് കായം പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കായം പൊടി ചേർക്കുമ്പോൾ മീനച്ചാറിന് നല്ല മണമായിരിക്കും. നല്ലൊരു സാധ്യമായൊരു മണമാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മീനച്ചാറ് നമ്മൾ എത്ര നാളിരുന്നാലും ഇത് കേടാവത്തില്ല. അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ഫ്ലെയിം ചെറിയ തോതിലൊന്ന് ഓണാക്കിയിടുക. ഒത്തിരി നല്ല സ്പീഡിലുള്ള ഫ്ലെയിം വേണ്ട, ചെറിയ തോതിലുള്ള ഫ്ലെയിം എന്ന് വെച്ചാൽ ചെറിയ സിമ്മിലിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം ആ ഒരു വിനാഗിരിയും ഒക്കെ ഒന്ന് സെറ്റായി വരുന്നിടം വരെ, ഒന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വറുത്ത് കോരി വെച്ചിരുന്ന ആ ഒരു മീനൊക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് ചോറിന് പെട്ടെന്ന് കൂട്ടാനില്ലെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു മീനച്ചാറുണ്ടെങ്കിൽ അത് മതിയാകും ഇച്ചിരി ചോറ് കഴിക്കാനായിട്ട്. അതിനുവേണ്ടിയൊക്കെയാണല്ലോ മലയാളികൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. രാത്രിയിലാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കറുപ്പ് പോലെ തോന്നുന്നത്. അത് മീൻ കറുത്ത് പോയിട്ടൊന്നുമില്ല, രാത്രി വീഡിയോ എടുത്തതിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വായിൽ വെള്ളം ഊറുന്ന തരത്തിലുള്ള മീനച്ചാറാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.